തിരുവല്ല സ്വദേശി സോമന്റെ ചികിത്സ അടിയന്തരമായി ഏറ്റെടുക്കുമെന്ന് തിരുവല്ല MLA വർഗീസ് മാമൻ അറിയിച്ചു. സന്നദ്ധ സംഘടനകളെയും വ്യക്തികളെയും ഉൾപ്പെടുത്തി പൂർണ്ണമായും ചികിത്സ ഏറ്റെടുക്കുമെന്ന് തിരുവല്ല MLA മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കുകയായിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ സോമന്റെ ചികിത്സ തുടരും. പോലീസിനായി ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ എടുത്തു നൽകിയിട്ടുള്ള സോമന് അണുബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നത് മാതൃഭൂമി ന്യൂസാണ് വാർത്ത നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി ന്യൂസ് തിരുവല്ല സ്വദേശിയായ സോമന്റെ ദുരവസ്ഥ നമ്മൾ ചാനലിലൂടെ ഒരു വാർത്തയായിട്ട് നൽകിയത്. ഇദ്ദേഹത്തിന് കാലിൽ അണുബാധയേറ്റ് കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായിട്ട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലടക്കം ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 4ഓളം ശസ്ത്രക്രിയകൾ ഇദ്ദേഹത്തിൻ്റെ കാലിന് മാത്രം ചെയ്യേണ്ടി വന്നു. വളരെയധികം ഗുരുതരാവസ്ഥയിലായിരുന്നു. ആ ഒരു വാർത്ത നമ്മൾ നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് തിരുവല്ലയുടെ MLA തന്നെ നേരിട്ടൊരു നടപടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നല്ല ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സഹായം ഉറപ്പ് നൽകുമെന്നാണ് തിരുവല്ല MLA ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. തിരുവല്ലയിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും ഈ ഒരു ചികിത്സാ സഹായം ഏറ്റെടുക്കുന്നത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഇദ്ദേഹത്തിന് ചികിത്സ തുടരാൻ സാധിക്കും. ഈ ആശുപത്രിയും ഇദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നല്ല പരിചരണവും നല്ല ചികിത്സയും ലഭിച്ചതോടുകൂടി സോമൻ്റെ ആരോഗ്യം ഏതാണ്ട് നല്ല രീതിയിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി വ്യക്തികൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി സോമൻ്റെ ചികിത്സയുടെ പൂർണ്ണ ഉത്തരവാദിത്വം MLA എന്നുള്ളതിൽ ഞങ്ങളും ഈ ആശുപത്രി ഏറ്റെടുക്കുകയാണ്. ജൂൺ 2-ാം തീയതിയാണ് ഇദ്ദേഹം ഒരു മൃതദേഹം 20ഓളം ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹം എടുക്കാൻ പോവുകയും ഇദ്ദേഹം ധരിച്ചിരുന്ന PPE കിറ്റ് കീറി ഇദ്ദേഹത്തിൻ്റെ കാലിലൂടെ അണുബാധ ഏൽക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറിയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 1000ഓളം മൃതദേഹങ്ങൾ പോലീസിന് വേണ്ടി എടുത്തു നൽകിയിട്ടുള്ള ഒരു നാടിന് വേണ്ടിയിട്ട് സേവനം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് സോമൻ എന്ന് പറയുന്നത്. ഇലന്തൂർ നരബലി കേസ്, കലാകൊലപാതകം ഉൾപ്പെടെ പ്രസിദ്ധമായ ഒട്ടനവധി കേസുകളിൽ ഉൾപ്പെടെ പോലീസിന് നിർണായകമായ സഹായം വഹിച്ച ആളാണ് സോമൻ. അതുകൊണ്ട് തന്നെ പോലീസും ഒത്തുചേർന്ന് ഒരു 1.5 ലക്ഷം രൂപയോളം പോലീസും സഹായം നൽകിയിരുന്നു, പിരിച്ചു നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ചികിത്സാ സഹായം മാതൃഭൂമി ന്യൂസിൻ്റെ വാർത്ത കണ്ട് അതിന് പിന്നാലെ തിരുവല്ല MLA നേരിട്ടൊരു നടപടി എടുത്തിരിക്കുന്നത്.